ഹായ് ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്പ്പത്തൽ തന്നെയാണിത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം. ഇതിനായിട്ട് അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെറിയുള്ളിയും തേങ്ങയും ചെറിയ ജീരകമൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇനി അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ഈ അരിപ്പൊടി കുറേശ്ശെ ഇട്ടുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ലേശം വെളിച്ചെണ്ണയും ആ വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്താൽ ഒരു സോഫ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു പത്തിരിക്ക്. ഇനി ഇതാ വാട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ തേങ്ങയൊക്കെ ഒന്ന് ചതച്ച് വെച്ച തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ കൈകൊണ്ട് കുഴക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഈ ഒരു ബീറ്റർ കൊണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ. പിന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ബീറ്റർ കൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ അതാ ചൂടാറിയിട്ടില്ല കേട്ടോ, കണ്ടോ, അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇതെല്ലാം ഒരു അടപ്പിലെടുത്തുകൊണ്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കട്ടി കൂടിപ്പോയാലും അത്ര ടേസ്റ്റ് കിട്ടില്ല, അല്ലാതെ കട്ടി കുറഞ്ഞാലും നമ്മുടെ ഇത് വീർത്ത് വരില്ല കേട്ടോ. അപ്പോൾ ഒരു പാകത്തെ കട്ടിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി ഇത് തിളച്ച എണ്ണയിലേക്കിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ആയി കിട്ടൂല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായി വീർത്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ രാവിലെ ചായക്കടിക്കൊക്കെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു നെയ്പ്പത്തലിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് എല്ലാവരും മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കുക. അത് ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വീർത്ത് വന്നതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇവിടെയൊക്കെ മക്കളെങ്ങനെ ഓരോ ദിവസം ഇന്നെന്താ കടിയെന്ന് ചോദിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ മക്കൾക്ക്, വെറൈറ്റി ആയിട്ട്. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കട്ടോ. ഒരു തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ ഈ തേങ്ങയുടെ ടേസ്റ്റൊക്കെ കൂടുതലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്